ഞാൻ നമ്മുടെ അടയെടുത്ത് മുറിച്ച് കാണിച്ചരേ. ഓക്കെ, നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. കാര്യം രാത്രി ഡിന്നറിനായാലും ഇത് കഴിക്കാൻ പറ്റും, പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പറ്റും, പിന്നെ വൈകിട്ടത്തെ ചായക്ക് കടിയായിട്ട് ഉപയോഗിക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു അടയാണ്, പിള്ളേർക്കും ഇഷ്ടപ്പെടും. ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു ഗോതമ്പട ഉണ്ടാക്കാൻ പോവുകയാണേ. രാവിലത്തേക്കായാലും വൈകിട്ടത്തെ ചായ കുടിക്കാൻ നേരത്തായാലും രാത്രി ഡിന്നറിന് വേണ്ടിയായാലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരടയാണേ. അതിന് വേണ്ടിയിട്ട് ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് ഗോതമ്പ് മാവ് എടുത്ത് വെച്ചിട്ടുണ്ടേ. ഈ ഗ്ലാസ്സിന് ഒരു മിക്സിയുടെ ജാർ ഇങ്ങോട്ട് എടുക്കാം. ഇതിനകത്ത് നമുക്ക് ഈ ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് ഈ മാവിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഞാനൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തു. നമ്മുടെ ഗോതമ്പ് മാവ് ഞാൻ അതിനകത്ത് വീണ്ടും ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തായിരുന്നേ. ഒന്നൊന്ന് കറക്കിയിട്ട് പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. പിന്നെ ഈ പരുവത്തിൽ അടിച്ചെടുത്തിട്ടുണ്ടേ. അന്നേരം ഇതിനകത്ത് കട്ടയൊന്നും കാണത്തില്ല. ഇനി നമുക്കൊരു ബൗളെടുത്ത് വെക്കാം. ഇതിനകത്തോട്ട് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കാം. ഇപ്പം ഇതിനകത്തിൻ്റെ ഉപ്പ് നോക്കണേ. ഇതിപ്പം കറക്റ്റാണ് ഉപ്പ്. നോക്കിയാൽ നമ്മുടെ മാവ് നോക്കിയേ, വല്ലാണ്ടങ്ങ് ലൂസാവരുത്, എന്നാൽ കട്ടിയാവരുതേ. ഓക്കെ, ഇതുപോലെ ആയിരിക്കണം. ഞാൻ ഗ്യാസ് ഓണാക്കട്ടെ. നോക്കിയേ, ഒരു കടായി അടുപ്പി വെച്ചിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓണാക്കേ. അതിൻ്റെ വെള്ളമയം ഒന്ന് മാറട്ടെ. ഇതിനകത്ത് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തേ. ഈ ചൂടായ നെയ്യിലോട്ട്, ഈ നെയ്ക്ക് പകരം നമുക്ക് എണ്ണ ഉപയോഗിക്കാം. ഈ ചൂടായ നെയ്യിലോട്ട് 1 ടേബിൾ സ്പൂൺ എള്ളിട്ട് കൊടുത്തേ. വെളുത്തുള്ള കറുത്തുള്ളായാലും കുഴപ്പമില്ലേ. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ. ഇതിലോട്ട് ഇത് ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഒരു 10 അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് ഞാൻ പൊടിച്ച് വെച്ചേക്കുന്നേ, അതിട്ട് കൊടുക്കാം. ഇതിനകത്ത് ഒരു 10-15 കിസ്മിസേ അതും ഇട്ട് കൊടുക്കാം. ഇത് കഴുകി വെച്ചേക്കുന്ന വെള്ളം എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ഈ മുന്തിരിങ്ങയുടെ അണ്ടിപ്പരിപ്പിൻ്റെ ഓരോ ആവശ്യമില്ലേ, ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ എള്ള്, ഇപ്പം കർക്കിടക മാസമല്ലേ, നല്ലതാണ് എള്ളൊക്കെ ശരീരത്തിന്. ഇതിനകത്ത് 1 കപ്പ് തേങ്ങ, ചെറിയ ഒരു മുറി തേങ്ങ അത് മുരിങ്ങയിലിട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ആ തേങ്ങയുടെ ഒരു പച്ച മണമൊന്ന് മാറാൻ വേണ്ടിയിട്ട്. ഇനി ഇതിനകത്ത് ഞാൻ കുറച്ച് ചെറുപയർ 3 വിസിൽ വരെ വേവിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. അധികം കുഴഞ്ഞു പോകരുത്. ഇതിനകത്ത് ഇത് മൊത്തം ഇട്ട് കൊടുക്കണ്ട. നമുക്കിപ്പം വേറെ കറിക്കൊക്കെ എടുക്കാമല്ലോ. അതിൽ നിന്ന് ഞാൻ ചെറിയൊരു ഉപ്പ്, തോനെ ഉപ്പിട്ടിട്ടില്ല, ചെറിയ ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കുന്ന 3 വിസിൽ കൊടുത്ത് വേവിച്ച് വെച്ചേക്കുന്ന ചെറുപയർ പരിപ്പാണേ. അതിൽ നിന്ന് കുറച്ചിട്ട് കൊടുക്കാം നമ്മളുടെ ആവശ്യത്തിന്.
നല്ലതാണിത് ശരീരത്തിനിപ്പോൾ. പ്രത്യേകിച്ചും കർക്കിടക മാസം ചെറുപയർ എപ്പോഴും കഴിക്കുന്നതും നല്ലതാണ്. അപ്പം കർക്കിടക മാസമല്ലേ, അപ്പം ഭക്ഷണത്തിൻ്റെ കൂടെ ചെറുപയർ എപ്പോഴും ഏതെങ്കിലും ഇതിൻ്റെയും കൂടെ എങ്കിലും ഉപയോഗിക്കാം. പച്ചക്കായിട്ട് കറി വെക്കാം. ഈ ചെറുപയർ വെറുതെ പുഴുകി തേങ്ങയും ശർക്കരയൊക്കെ ഇട്ട് വഴറ്റി കഴിക്കാം. ഇനി ഇതിനകത്ത് 1 കപ്പ് ശർക്കര അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മധുരത്തിനനുസരിച്ച് ശർക്കരയൊക്കെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് വഴന്ന് വരട്ടെ. നോക്കിയേ, നമ്മുടെ ചെറുപയറും പുഴുങ്ങിയതും അണ്ടിപ്പരിപ്പും മീതും തേങ്ങയും എല്ലാം ശർക്കരയൊക്കെ നല്ല മിക്സായേ. ശർക്കരയൊക്കെ നല്ല ഇതുമായിട്ട് ഉരുകി എല്ലാം കൂടെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഞാൻ ഗ്യാസ് ഓഫാക്കി ഇടുകയാണ്. ഇന്നൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് കിട്ടട്ടെ. എന്നിട്ട് നമുക്ക് അട ഉണ്ടാക്കാൻ പറ്റാം. ഇതിനകത്ത് വേണമെങ്കിൽ ഏലക്കായ ഇടാം, ചുക്ക് പൊടി ഇടാം, ഒക്കെ ചെയ്യാം. പക്ഷേ ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല. ഇത് ഇങ്ങനെ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതൊന്ന് തണുക്കട്ടെ. നോക്കിയേ, നമ്മുടെ മിക്സ് നല്ല റെഡിയായിട്ട് തണുത്തില്ല. അത്ര തണുത്തിട്ടില്ല, ചെറിയൊരു ചൂടുണ്ട്, അത് കുഴപ്പമില്ലേ. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റാം. ഇതിനകത്തൊരു പാൻ വെക്കാം. നല്ലൊരു തവ വെച്ചിട്ടുണ്ടേ. ഗ്യാസ് ഓണാക്കാം. തവ ചൂടാവട്ടെ. നമ്മളെ തവ നല്ല ചൂടായി. അതിനായിട്ട് ഞാൻ ഒരു ചെറിയൊരു പാത്രത്തിലോട്ട് ബൗളിലോട്ട് ഞാൻ കുറച്ചെണ്ണ നല്ലെണ്ണ ഒഴിച്ചിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ചേക്കാണേ. നമുക്കിത് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. തീ മീഡിയത്തിൽ ഇട്ടേക്കാണ്. ഇനി ഇതിലോട്ട് നമ്മളിപ്പോൾ ഈ കലക്കി വെച്ചേക്കുന്ന മാവില്ലേ, അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി അങ്ങ് കട്ടിയാവരും മാവിനെ. ദോശയ്ക്ക് കട്ടി കുറച്ചൊഴിക്കുക. ഇതൊന്ന് റെഡിയായിട്ട് വരട്ടെ. പച്ച ഒക്കെ ഒന്ന് മാറി കിട്ടിട്ട് മാവിൻ്റെ ഇതൊക്കെ മാറി മാവൊന്ന് വേവട്ടെ. അപ്പം ഞാൻ ഈ കൂട്ടിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു നുള്ളി ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. കാര്യം ഈ പയർ വേവിക്കാൻ നേരത്ത് ശകലം ഉപ്പിട്ടാണ് വേവിച്ചേക്കുന്നത്. അന്നേരം പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ലേ. ഈ മീഡിയത്തിലിട്ടേക്കാണ്. കണ്ടാ, ആ മാവിൻ്റെ ആ പച്ചിപ്പെല്ലാം മാറി കണ്ടില്ലേ. ഇനി ഇതിനകത്ത് ഇപ്പം നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചേക്കുന്ന കൂട്ടില്ലേ, ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കുക. പിന്നെ മധുരമൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു സൈഡിൽ ഇത് വെക്കുക. എള്ള് മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണേ. നല്ല ടേസ്റ്റ് എള്ള്. ഇപ്പം കറുത്തായാലും വെള്ള എള്ളായാലും എന്തായാലും കുഴപ്പമില്ല. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇത് നമുക്ക് സൈഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം തീ ഞാൻ കുറച്ചിട്ടുണ്ടേ. കാണാൻ പറ്റുമോ? ഒന്നും കൂടെ തീ കൂട്ടി വെച്ച് കൊടുക്കാം. മീഡിയത്തിൽ ഇട്ടേക്കാണേ. ഇനി ഇത് നമുക്കൊന്ന് ഇപ്പുറത്തെ വശത്തോട്ട് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഇതിൻ്റെ സൈഡിൽ നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊന്നും ചെയ്യുന്നില്ല. കാര്യം അധികം കനവില്ലാതല്ലേ മാവ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്.
കുറച്ച് സമയം മതി. നമ്മുടെ അട റെഡിയായേ. ഒരു പ്ലേറ്റ് ഇങ്ങോട്ട് എടുത്ത് വെക്കാം. എന്നിട്ട് ഈ അട ഈ പ്ലേറ്റിലോട്ടിടാം. ഓക്കെ, ഇത് പിടിക്കട്ടെ. അതുപോലെ വീണ്ടും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാം. ഡയറക്റ്റ് നെയ്യോ എണ്ണയോ ഇതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒഴിക്കുന്ന മാവ് ചുരുണ്ടുകൂടി മുറിഞ്ഞു വരാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇച്ചിരി വെള്ളത്തിൽ നല്ലെണ്ണ ഒഴിച്ചോ അല്ലെങ്കിൽ നെയ്യോ മിക്സ് ചെയ്ത് വെള്ളം മിക്സ് ചെയ്ത് കഴിക്കുന്നേ. ഇനി അതുപോലെ വീണ്ടും നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അതെ, ഇതേപോലെ തന്നെ ഈ മാവും ഒന്ന് മേളൊക്കെ വെന്ത് വരട്ടെ. നമ്മുടെ മേളത്തെ എല്ലാം പച്ചപ്പൊക്കെ മാറിയേ. ഇനി നമുക്കിതിനകത്തുനിന്ന് ഈ കൂട്ടിട്ട് കൊടുക്കേ. ഇനി ഇതുപോലെ തന്നെ ഇതും ഒന്ന് മടക്കി കൊടുക്കാം. ഈ എപ്പോഴും മീഡിയത്തിനും സിമ്മിനും ഇടയിലായിരിക്കണേ. നമ്മുടെ രണ്ടാമത്തെ അടയും റെഡിയായേ. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇത് പ്ലേറ്റിലോട്ട് വെക്കാം. ഇനി ഇതുപോലെ ഞാനിതെല്ലാം റെഡിയാക്കി എടുക്കട്ടെ. നമ്മളെടുത്തില്ലേ, ലാസ്റ്റ് അട ഉണ്ടാക്കാൻ പോവാണേ. ഇപ്പോൾ എടുത്ത മാവിൻ്റെ അത്രയും കാര്യം കൂട്ട് തീർന്ന്, മാവ് 1-2 കൂടെ ഉണ്ട്, പക്ഷേ കൂട്ട് തീർന്നു പോയി. ഞാൻ നല്ലതുപോലെ ഫിറ്റ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നേ. അപ്പം നമുക്കിനി ലാസ്റ്റ് കണ്ട മാവ് ഇനിയും 2 എന്നിട്ട് അത് മാറ്റി വെക്കാം. ഇതൊന്ന് മേളിലൊക്കെ ഒന്ന് വെന്ത് കിട്ടില്ല, ഫില്ല് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, നമ്മുടെ കൂട്ട് കഴിഞ്ഞു. ഒന്നിനോട് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷേ മതി. കാര്യമായിട്ട് ആയി കഴിഞ്ഞു. കാര്യം ഇത് തോനെ കഴിക്കില്ലല്ലോ. ഇനി ഇത് നമുക്ക് തിരിച്ചിട്ടു ഇത് കവർ ചെയ്ത് കൊടുക്കാം. ഒരു വശം ഒന്ന് മൂത്ത് വരട്ടെ. നമ്മൾ ലാസ്റ്റ് തടയും എടുത്ത് വെക്കേ. ഓക്കെ, ഗ്യാസ് ഓഫാക്കാണ്. ഓക്കെ, ഇപ്പോൾ ഇതൊരു 8-9 എണ്ണമെങ്കിലും ഉണ്ട്. ഇത് ഇങ്ങോട്ടെടുത്ത് വെക്കേ. ഇതൊന്ന് തണുത്തിട്ട് ഞാൻ മുറിച്ച് കാണിച്ചേരേ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഗോതമ്പട സൂപ്പർ അടയാണ്. നല്ല ടേസ്റ്റാണ്, കഴിക്കാൻ ഹെൽത്തിയാണ്. ഞാനൊന്ന് മുറിച്ച് കാണിച്ചേ. അതിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ടേ. ഞാൻ മുറിച്ച് കാണിച്ചു തരാം. ഞാൻ നമ്മുടെ അടയെടുത്ത് മുറിച്ച് കാണിച്ചേ. ഓക്കെ, നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. കാര്യം മിക്സിയിലിട്ടൊന്നും നമ്മൾ മാവ് അടിച്ചെടുത്തില്ലേ, അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സും കൂടെ മാവിനുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. രാത്രി ഡിന്നറിനായാലും ഇത് കഴിക്കാൻ പറ്റും, പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പറ്റും, പിന്നെ വൈകിട്ടത്തെ ചായക്ക് കടിയായിട്ട് ഉപയോഗിക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു അടയാണ്, പിള്ളേർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. പിന്നെ പയർ അധികം വെന്ത് പോകരുത്, 3 വിസിൽ. പിന്നെ നമ്മൾ പയർ ഞാനൊരു 1/4 ഗ്ലാസ് പയറോട് എടുത്തിട്ടുണ്ടേ. പിന്നെ അതിനകത്ത് കുറച്ച് ഇട്ടിട്ടുള്ളൂ.
അപ്പോൾ ആവശ്യത്തിന് അതനുസരിച്ച് പയറെടുക്കുക. നമ്മളിപ്പോൾ കൂട്ടുകളൊക്കെ നമ്മളുടെ കണക്കനുസരിച്ച് എടുക്കണേ. അപ്പം ഇതുപോലെ ഉണ്ടാക്കുക. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.